സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി വേഗതയിലാക്കാനുള്ള നടപടിക്രമങ്ങളായോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. സർക്കാർ വളരെ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി വിധിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ പശ്ചാത്തലം ഇത് പറഞ്ഞേ മതിയാകും. നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വിധത്തിലുള്ള വാർത്തകൾ തെറ്റായ വിധത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റിദ്ധരിക്കാനോ ഇടവന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയമറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. ജൂലൈ 30 ഈ ദുരന്തമുണ്ടായി 2 മാസക്കാലം, ഓഗസ്റ്റ് സെപ്റ്റംബർ 2 മാസക്കാലം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ സമാന്തരമായി ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദുരന്തമുണ്ടായി 1 മാസക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴേക്കും ആ ദുരന്തബാധിതരെ കൂട്ടായി പുനരധിവസിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ടൗൺഷിപ്പ് എവിടെ ഉണ്ടാക്കും എന്ന ആലോചന വന്നത്. ടൗൺഷിപ്പ് സാധാരണ നിലയിൽ വയനാട്ടിൽ ജന്മം കൊണ്ട് ഭൂമി ഇത്ര ഒരുമിച്ച് ആളുകളെ താമസിപ്പിക്കാനില്ല. ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് തന്നെ ഞങ്ങൾ പോകാൻ കാരണം ആദ്യഘട്ടത്തിൽ തന്നെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ അവിടെ സന്ദർശിച്ച മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ പറഞ്ഞ കാര്യം, ദൈവം ഞങ്ങളെ ഈ ദുരന്തത്തിലൂടെ പലതായി പിരിച്ചു, ബാക്കിയുള്ളവരെ കൂടി പിരിക്കാൻ ഇടവരുത്താത്ത വിധം പുനർനിർമ്മാണ പ്രവർത്തനം വേണം. ആ ആഗ്രഹം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ടൗൺഷിപ്പ് ആയിരിക്കും നമ്മൾ പണിയാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ടൗൺഷിപ്പിന് ആവശ്യമായിട്ടുള്ള വിശാലമായ സ്ഥലം വേണം. അതിന് വയനാട്ടിലെ ഭൂപ്രകൃതി വെച്ചുകൊണ്ടും ഭൂസ്ഥിതി വെച്ചുകൊണ്ടും എസ്റ്റേറ്റുകൾ മാത്രമേ സാധ്യമാകൂ. 25 എസ്റ്റേറ്റുകൾ ആദ്യഘട്ടത്തിൽ ആ വിധത്തിൽ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ കണ്ടെത്തി. ആ 25 സ്ഥലങ്ങളിൽ പക്ഷേ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വന്നവരാണ് അധികവും. ചൂരൽമലയിൽ നിന്ന് ഇനിയും ഒരു ദുരന്തമുണ്ടായി മാറുമ്പോൾ ചെല്ലുന്ന ഇടത്ത് വീണ്ടും ദുരന്തം ഉണ്ടാകരുത്. അതുകൊണ്ട് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം വിശദമായി 25 എസ്റ്റേറ്റുകളും പരിശോധിച്ചു. ആ എസ്റ്റേറ്റുകളിൽ സുരക്ഷിതമെന്ന് തോന്നാവുന്ന 9 ഇടങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആ 9 ഇടങ്ങളുടെ ലിസ്റ്റ് കണ്ടുപിടിച്ച് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഓഗസ്റ്റ് 23 പുനരധിവാസത്തെക്കുറിച്ച് ദുരന്തബാധിതരോട് കേരളത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി വി വേണു നേരിട്ട് സംസാരിക്കുകയുണ്ടായി. സാധാരണ ഒരു സ്ഥലം കെട്ടെത്തിയാൽ കുറച്ചാൾക്ക് അവിടെ അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് കിട്ടാവുന്ന സ്ഥലം, അവിടെ ഉണ്ടായ ചർച്ചകളിൽ മുഴുവൻ ആളുകളും പറഞ്ഞത് ഞങ്ങൾക്ക് മേപ്പാടിയിൽ തന്നെ വേണം, മേപ്പാടിയിലല്ലെങ്കിൽ ഏറ്റവും അടുത്ത സ്ഥലത്ത് വേണം. അങ്ങനെ നോക്കിയപ്പോൾ ജോൺ മത്തായി സുരക്ഷിതമാണെന്ന് പറഞ്ഞ 9 കേന്ദ്രങ്ങളിൽ ഏറ്റവും അടുത്തുള്ളത് 2 എസ്റ്റേറ്റുകളാണ്. ഒന്ന് മേപ്പാടി പഞ്ചായത്തിൽ തന്നെയുള്ള കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റ്, തൊട്ടപ്പുറത്ത് കൽപ്പറ്റ നഗരത്തിനോട് ചേർന്ന് കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റ്. നിങ്ങൾ നോക്കേണ്ട സമയം ജൂലൈ 30 ഈ ദുരന്തമുണ്ടായി ഒക്ടോബർ 4 2 മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒക്ടോബർ 4 നെടുമ്പാലയിലും എൽസ്റ്റോണിലുമുള്ള 2 ഭൂമികൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ആ ജിയോ ആണ് ഇന്ന് കോടതി അംഗീകരിച്ചത്. ഒക്ടോബർ 4 4/10/2024 11/2024 DMD എന്ന നമ്പർ പ്രകാരം ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവ് അന്നു സാധ്യമായെങ്കിൽ അന്നു തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുമായിരുന്നു. പക്ഷേ ഇത് DMD പ്രകാരം ഏറ്റെടുക്കുമ്പോൾ, ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കുമ്പോൾ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റുകൾക്കുണ്ടായ സംശയ ദൂരീകരണത്തിന് കൂടി വേണ്ടിയാകണം അവർ കോടതിയിൽ കേസ് കൊടുത്തു. ഒക്ടോബർ 4 എടുത്ത ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേസ്. കോടതി പ്രധാനമായും ചോദിച്ചൊരു കാര്യം, DMD പ്രകാരം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ വില കൊടുക്കാതെ ബലം പ്രയോഗിച്ച് ഏറ്റെടുക്കാനുള്ള ശ്രമമാണോ? ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലുമല്ല. LARR 2013 എന്ന ഇന്ത്യയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം കാണേണ്ട തുക വെച്ചു തന്നെ ഞങ്ങളത് കാണും. പക്ഷേ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട ചില സിവിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ വിധിക്ക് അനുസൃതമായിരിക്കണം പണം അവസാനമായി കൈകാര്യം ചെയ്യാനുള്ള സ്ഥിതി. ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കാൻ കാരണം? LARR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ആ തുക തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ആ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചാൽ ദീർഘമായൊരു കാലയളവ് വേണം. LARR 2013 ഫോർവേൺ വേണം, SIA സ്റ്റഡി വേണം, പിന്നെ എക്സ്പെർട്ട് കമ്മിറ്റി വേണം, അത് അംഗീകരിക്കണം. 8 to 11 മന്ത് പ്രൊസീജിയറുകൾ വേണം, BVRും DBSും തയ്യാറാക്കണം.
19(1) നോട്ടിഫിക്കേഷൻ വേണം, എന്നിട്ട് മാത്രമേ അവാർഡ് എൻക്വയറി നടത്താൻ പറ്റൂ. അപ്പോൾ LARR 2013 26, 27, 28 പ്രകാരം തുക നിശ്ചയിക്കുകയും എന്നാൽ LARR 2013 അഡ്വാൻസ് പൊസഷന് വകുപ്പില്ലാത്തതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ ഏറ്റെടുക്കാനേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കാര്യമാണ് ഇന്ന് കോടതി അംഗീകരിച്ചത്. ഗവൺമെൻറ് ഒക്ടോബർ 4 പുറത്തിറക്കിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പരാതി തള്ളിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും LARR 2013 അനുസരിച്ച് പണം കാണണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ. അഡ്വാൻസ് പൊസഷൻ എടുക്കാനും അവിടെ പ്രവേശിക്കാനും ആവശ്യമായ നടപടികൾ നടത്താനും കോടതി ഗവൺമെൻറ്റിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊസഷൻ പൂർണ്ണമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നഷ്ടപരിഹാര തുക കാൽക്കുലേറ്റ് ചെയ്ത് കണക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുമ്പോൾ കോടതി നിർബന്ധപൂർവം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 4 പ്രകാരം 4ാമത്തെ ഉത്തരവ് പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബോണ്ട് പ്രകാരം വേണമെങ്കിൽ കൈവശക്കാരന് ആ പണം ഏറ്റെടുക്കാം. പക്ഷേ ആ പണം ഏറ്റെടുത്താലും അവസാനം കോടതി വിധി വരുമ്പോൾ സർക്കാരിന് അനുകൂലമാണെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ വയ്ക്കാം. ഇത്രേ നമുക്ക് പ്രശ്നമുള്ളൂ. ആദ്യം മുതലേ ഗവൺമെൻറ് പറഞ്ഞു അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകും. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കോടതി വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ്. സർക്കാർ എടുത്ത നിലപാടുകൾ, അതായത് ഒക്ടോബർ 4 തന്നെ പൊസഷൻ എടുക്കാനുള്ള നടപടികളിൽ ഒട്ടും നേരം വൈകിയിട്ടില്ല എന്ന് കോടതി നടപടികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കോടതിയിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിന്. അതുകൊണ്ട് തന്നെ കോടതി വിധി വരാൻ കാത്തുനിന്നില്ല. കോടതി വിധി വന്നാൽ ഈ 2 എസ്റ്റേറ്റുകളിലും നടപ്പിലാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രാഥമികമായ അവതരണം നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ കഴിഞ്ഞ സ്പെഷ്യൽ ക്യാബിനറ്റിൽ ചീഫ് സെക്രട്ടറി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നലെ നടക്കേണ്ട ക്യാബിനറ്റ് ബഹുമാനപ്പെട്ട MTയുടെ നിര്യാണത്തെ തുടർന്ന് ഔപചാരികമായി ഗവൺമെൻറ് മാറ്റിവെച്ചുവെങ്കിലും തുടർന്നുള്ള ക്യാബിനറ്റിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കും. സ്പോൺസർമാരുമായി പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. അവരോട് ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വിശദീകരിക്കും. ഈ പ്രക്രിയയിൽ പൂർണ്ണമായി അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്നുറപ്പുവരുത്തും. ഒരു പ്രതിസന്ധിയുമില്ലാതെ അത് പോകാൻ വേണ്ടി കഴിയും. കോടതി വിധിയുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ചില ആളുകൾ ഇതിനെ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് 15 പ്രവൃത്തി ദിനങ്ങളിൽ ആളുകളുടെ പരാതി പൂർണ്ണമായും കേൾക്കാൻ അവസരം കൊടുക്കുന്ന ലിസ്റ്റാണ്. സർക്കാർ ആ ലിസ്റ്റിൽ ഇടപെട്ടിട്ടില്ല. അത് DDMA ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റിയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലെ ഡബിളിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടാതെ പോകുന്നവരുടെ അവകാശവാദങ്ങളും പൂർണ്ണമായി കേട്ടുകൊണ്ടായിരിക്കും തെളിമയാർന്നൊരു ലിസ്റ്റ് വരാൻ പോകുന്നത്. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമതെടുക്കാവുന്ന ലിസ്റ്റല്ല. 2ാം ഘട്ടം എന്ന വാക്കു പ്രയോഗിച്ചത് ജോൺ മത്തായിയുടെ നിർദ്ദേശപ്രകാരം നോട്ട് ടു ഗോ സോൺ എന്ന് പറയപ്പെടുകയും ആക്സസ് ഇല്ലാതെ ഒറ്റപ്പെടുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും 2ാം ലിസ്റ്റ്. 2 പേർക്കും ആവശ്യമായിട്ടുള്ള 2 ലിസ്റ്റുകാർക്കും ആവശ്യമായിട്ടുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കൊടുക്കും. കോടതിയുടെ വിധി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകി. എങ്കിലും ഇതേതെങ്കിലും തരത്തിൽ ശത്രുതാപരമായ ഒരു ആക്രമണം നടത്തി ഭൂമി ഏറ്റെടുക്കുക എന്ന നിലപാടിലേക്ക് പോകാനുള്ള ഒരു സംവിധാനമല്ല. എല്ലാവരും കൂടിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ബന്ധപ്പെട്ട കമ്പനികളിൽ ജോലിയെടുത്തിരുന്നവരും താമസിച്ചവരും ഒക്കെ ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ലയങ്ങൾ തകർന്നവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് കൃത്യതയോടെ പറഞ്ഞത്. കൂടുതൽ ബന്ധപ്പെട്ട കോടതി വിധി പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം ബന്ധപ്പെട്ട എസ്റ്റേറ്റിൻ്റെ കൈവശക്കാരുമായി നിലവിലുള്ള കൈവശക്കാരുമായി ചർച്ച ചെയ്ത് കൂടുതൽ വേഗത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർവേക്ക് ഒരു തടസ്സവുമില്ല എന്ന് കോടതി രേഖപ്പെടുത്തിയതും ആഹ്ലാദകരമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുതുവത്സരത്തിൽ ഏറ്റവും ഗംഭീരമായി ആരംഭിക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമായി. ഈ അക്വിസിഷൻ്റെ മറ്റു നടപടികൾ ഇനി എന്നാൽ കോടതിയിൽ പണം കെട്ടിവെക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്? അല്ല, കോടതിയുടെ വിധി അത് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയാലേ നമ്മുടെ ഒരു പ്രാരംഭമായ പ്രതികരണമേ ആകുള്ളൂ. കോടതിയുടെ വിധിയുടെ കോപ്പി ലഭ്യമായതിന് ശേഷം അക്കാര്യങ്ങൾ നമുക്ക് നിശ്ചയിക്കാം. എന്തായാലും അവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, താങ്ക് യു. പുതുവത്സരത്തിൽ തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പുനർനിർമ്മാണവുമായി മുന്നോട്ട് പോകാം. പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ട സ്പോൺസർമാരുമായി സംസാരിക്കുക കൂടി ചെയ്താൽ അതിവേഗത്തിലാണ്. അല്ല, അത് രണ്ടല്ലേ വിഷയം.
കോടതി അധിക ഭൂമി വെച്ചതല്ല നെടുമ്പാലയുമായി ബന്ധപ്പെട്ട പ്രശ്നം. നെടുമ്പാലയിലെ ലാൻഡ് റിസംപ്ഷനുമായി ബന്ധപ്പെട്ട കേസാണ്. എൽസ്റ്റോണിലെ പിന്നെ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള കേസാണ്. ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള കേസും ലാൻഡ് പിന്നെ ഇതനുസരിച്ചിട്ടുള്ള കേസും കോടതി വിധി വരുന്ന മുറയ്ക്ക് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റതല്ല കേസ്. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് റിസംപ്ഷൻ പ്രകാരമുള്ള കേസാണ്. സിവിൽ സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനം അത് വരുമ്പോൾ എടുക്കാം. ഇപ്പോൾ പ്രയാസപ്പെടാനൊന്നുമില്ല എന്ന് മാത്രമല്ല, ആശങ്ക നീങ്ങി ആകാശത്ത് ആളുകൾ കണ്ടിരുന്ന കാർമേഘങ്ങളും പോയി. കോടതി വിധി എതിരായി വന്നാൽ എന്ത് ബി പ്ലാൻ എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം പ്ലാൻ എയിൽ തന്നെ നിൽക്കാനുള്ള അവസരം കിട്ടി. സന്തോഷം.